ഇതെങ്ങനെ ഒന്ന് കുളിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊടുത്ത് കഴിഞ്ഞിട്ട് ആക്കിയില്ലേ? പക്ഷെ നിറയെ മുടിയാണ്, ഒഴിഞ്ഞു ഒഴിഞ്ഞു പോവാ കേട്ടോ സാറേ. ഈ മുടി ഒഴിച്ചലിന് പല ഒന്നാം തരം ഒരു മരുന്നുണ്ട് കേട്ടോ. അതെ, അതെന്ത് മരുന്നാ? ഇത് ഈ കണ്ടാമൃഗം ഉണ്ടല്ലോ, കണ്ടാമൃഗം, അതിന്റെ തേറ്റ അതാ ഇങ്ങനെ നിൽക്കുന്ന തേറ്റ ഇല്ലയോ, അതിന്റെ കൊമ്പ് കണ്ടില്ലയോ, അത് എടുക്കുക. പിന്നെ അതുപോലെ കരിമ്പുലി ഉണ്ടല്ലേ, കരിമ്പുലി, കരിമ്പുലിയുടെ കരള അത് എടുക്കുക. ഇത് രണ്ടും ഉണക്കി നല്ലതുപോലെ പൊടിച്ച് തേൻ ചേർത്ത് ചാലിച്ചങ്ങ് കഴിക്കുക. എന്റെ കാരണവരെ കിട്ടണ വല്ല സാധനവും പറയേ, ഇതൊക്കെ ഇപ്പൊ നമുക്ക് കിട്ടണോ? അല്ല, അതേ എനിക്കറിയാല, അത് ആവശ്യമുള്ള ഒരു സംഘടിപ്പിക്കണം. അല്ല മരുന്ന് പറഞ്ഞത് അത് പോട്ടെ, എന്താ സാറെന്താ പറഞ്ഞത്? സാറ് പറഞ്ഞത് ഇതാ, എൻ്റെ ഈ അപേക്ഷ കൊടുത്തപ്പോൾ അതിന് ചുവടെ അങ്ങ് കുറിച്ചിട്ടുണ്ട്, ഇതിവിടെ തരാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, ഇത് നമ്മളൊന്നും വിചാരിച്ച നടക്കണല്ലേ. ഈ കുട്ടനാടെന്ന് കേട്ടിട്ടില്ലേ കാരണവര്? പിന്നെ കേട്ടിട്ടുണ്ടോന്നോ? കുട്ടനാട് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടനാട് കൃഷിഭവനിൽ പോണം. അവിടെ കുട്ടനാട് പാക്കേജ് പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട്. അപ്പൊ ഇതിനുള്ള പ്രതിവിധി അവര് പറഞ്ഞു തരും. അത് ശരി. അപ്പൊ ഇവിടെ ഒന്നും ഇപ്പൊ ഇതിന് തരപ്പെട്ടതൊന്നുമില്ല. അല്ല, അത് അവിടുന്ന് തീരുമാനമായിട്ട് വേണം പിന്നീട് അതിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. എന്നാ വളരെ സന്തോഷം കേട്ടോ. ഞാൻ പറഞ്ഞ നല്ല മരുന്നാ കേട്ടോ, അത് കഴിച്ചു നോക്കിയാ നല്ല. രാഘവൻ സാറേ, ഈ കണ്ടാമൃഗത്തിന്റെ തേറ്റ എവിടുന്ന കിട്ടുക? അത് എടുത്ത് കിട്ടാൻ പറ്റും. അല്ല, ഈ കരിമ്പിലുള്ള കാഴ്ചമംഗളാവേദ ചാവുന്നവരെ കാത്തിരിക്കാം. അതെ അതെ, ചത്താ കിട്ടും. കയ്യതിന്റെ മുകളിൽ നിന്ന് എടുക്കൂ, വിട്ടുക്കൂ. എന്തേ? കൂമ്പ് പോയി. കൂമ്പ് അതിപ്പോ ഈ പ്രായത്തിൽ ഇങ്ങനെ ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ കൂമ്പൊക്കെ പോവും. വായയുടെ കൂമ്പ്, എന്റെ കൂമ്പല്ല. എന്തിന്റെ കൂമ്പ്? വായയില്ലേ, വായ. വാഴയുടെ? അതിനിപ്പോ ഒന്നും ചെയ്യാനില്ല. ഈ കൂമ്പടഞ്ഞ വാഴയില്ലേ, അതിന്റെ അടിഭാഗം അങ്ങോട്ട് വെട്ടിക്കളയാ, എന്നിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ അങ്ങനെ അവർത്തണ്ട. അപ്പൊ വായന്റെ കാര്യം പോയി. അത് വീട്ടിലെ കൈപ്പക്ക, വെണ്ടക്ക, നരമ്പൻ, പിന്നെ കക്കിരി, വെള്ളരി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഈ കൃഷിയൊക്കെ വീട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സാറേ, അതൊന്ന് തെഴുത്ത് വരുമ്പോ ഈ കീടങ്ങളുണ്ടല്ലോ, വണ്ടല്ലോ മാതിരി നശിപ്പിച്ചു കളയുന്നു. അപ്പൊ അതിനെല്ലാം കളയാൻ പറ്റി എന്തെങ്കിലും മരുന്ന് അടിക്കണ്ട. അല്ല, അതിന് ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കേണ്ടത്. അത് മതി നമുക്ക്. ആ കൈ അതിന്റെ മുകളിൽ നിന്ന് എടുക്കേ. അല്ല സാറേ, ഇത് കുറച്ച് അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ കൈ അവിടെ വെക്കാണ്ട് കൈ താഴ്ത്തിട്ട് നിന്നാണ്ടാ? അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ജൈവ കീടനാശിനി ഇവിടെ കിട്ടില്ല. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അതിപ്പോ നമ്മള് ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് നമ്മുടെ ഗേറ്റ് കണ്ടില്ലേ, അതിന്റെ ഇടതുവശത്ത് ഒരു പോസ്റ്റ് ഉണ്ട്. ഓ, അതാണ് സാറേ. അപ്പൊ ഈ പോസ്റ്റ് നമ്മ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കീറി പറിച്ചിട്ടിട്ട് കത്തിക്കണം. അതിന്റെ ഈ പുക കൊണ്ട് കീടങ്ങളെല്ലാം പോയിക്കോളൂ അല്ലേ? അതല്ല, ആ പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട് എന്തെല്ലാം എങ്ങനെയാണ് കീടനാശിനി ഉണ്ടാക്കേണ്ടതെന്ന്. സാറിന്റെ പേരെന്താ? എന്റെ പേര് രാഘവൻ. അപ്പൊ ഞാൻ പോയിക്കോളാം സാറേ, വീടുന്ന പോലെ ചെയ്യാം. വളം ഉണ്ടാകുന്ന ഇഷ്ടാ വന്നത്. രാഘവൻ സാറേ, ആദ്യം ഈ കീടത്തിനെ നശിപ്പിക്കാനുള്ള കീടനാശിനി ഉണ്ടാക്കുന്നുണ്ട്. അല്ല, ഇവിടെ വരുന്നവരൊന്നുമില്ലോ, വിളവന്മാരല്ല അല്ലേ? കമ്മീഷൻ വരുന്നത് ഇന്നാണ്. അതെ അതെ അതെ. ഓക്കെ. അപ്പോൾ ബുക്ക് ചെയ്തല്ലോ അല്ലേ? 5 സ്റ്റാർ. ഇനി വേറൊരു കാര്യം, അജണ്ട ഇല്ലാതെ ഞാൻ പറയാം. ഏതായാലും ഇപ്പോൾ അവരോട് വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഒരു ബോട്ട് എടുക്കുക. ഒരു ബോട്ട് എടുത്തിട്ട് അവർ ഒന്ന് കറക്കി കൊണ്ടുവരണം. സന്തോഷമായിക്കോട്ടെ അല്ലേ? ഓക്കെ ശരി. ഓക്കെ.
ഹലോ. നമസ്കാരം നമസ്കാരം. അല്ല ഞാൻ എന്താ സിനിമ കണ്ടോണ്ടിരിക്കുകയാണോ എന്ന് വിചാരിച്ചു. അല്ല ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല ഇത്ര സന്തോഷത്തോടെ. ഈ മണ്ടോദരി ഇവിടെ മണ്ടൂര് വന്നിട്ടില്ല. എന്താ വരാത്തത്? മണ്ടൂര് വരാത്തെന്താ അറിയില്ല സാറേ. അല്ല അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ വരുന്നത്? അങ്ങനെയല്ല, ഒരുമിച്ച് വരുന്നില്ല. ഇവിടെ വന്നിട്ട് നടക്കണ. ആ എന്നാ ശരി ആയിക്കോട്ടെ, നടക്കട്ടെ നടക്കട്ടെ. സാറേ ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. അല്ല മണ്ടോദരി, ഇതിപ്പോ സമയം എത്രയായി? നിങ്ങൾ കൃത്യസമയത്ത് ഓഫീസിൽ വരണ്ടേ? ഇത്തിരി ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കർക്കിടക 5. അതല്ലെന്ന്, ഇന്ന് കമ്മീഷൻ വരുന്ന ദിവസമല്ലേ? അതല്ലേ സാറേ, ഞാൻ അവര് സ്വീകരിക്കാൻ വേണ്ടി മുല്ലപ്പൂ വെച്ച് സെറ്റ് സാരി കൊടുത്ത് സ്വീകരിക്കണ്ടേ? അത് നന്നായിട്ടുണ്ട്, അത് നന്നായിട്ടുണ്ട്. ആ പിന്നെ മണ്ടോദരി, ആഫ്രിക്കൻ പായലാണല്ലോ നമ്മുടെ പ്രൊജക്ട്. പക്ഷെ എനിക്ക് തോന്നുന്നേ കമ്മീഷൻ വന്നാലും പ്രോജക്റ്റ് വെച്ചാലും ഈ ആഫ്രിക്കൻ പായൽ ഇവിടുന്ന് പോവില്ല. അതൊക്കെ ഇപ്പോഴുള്ള നിങ്ങളുടെ ധാരണയാണ്. ഇത് വരട്ടെ, ഇത് നടപ്പിലാവട്ടെ. അപ്പൊ ഈ പറയുന്ന ധാരണകളൊക്കെ മാറും. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ആയിക്കോട്ടെ. അത്ര ആ കാര്യത്തെ കുറിച്ച് പറയാനുള്ളൂ. ഹലോ. അത് ശരിക്കല്ലേ ഇങ്ങനെ. പിന്നെ ആ DA ഒക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് തരണേ കേട്ടാ. വലിയ സന്തോഷത്തില്ല. ആ പിന്നെ മണ്ടു, ഞാൻ ഇന്നലെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നല്ലോ, അതൊക്കെ ചെയ്തോ? എന്തെന്നോ? ഞാൻ ഇന്നലെ 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അത് ചെയ്തോ? പറഞ്ഞിരുന്നു. എന്തായിരുന്നു? അപ്പൊ അതൊന്നും പറഞ്ഞില്ലേ നിങ്ങള്? അതെ, അവിടെ തുരുമ്പെടുത്ത് കിടക്കുന്ന കൊയ്ത്തു മെഷീൻ, നടിയിൽ മെഷീൻ, പിന്നെ പൂട്ടു മെഷീൻ, ഇതിന്റെ ഒക്കെ പാടം മൊത്തത്തിൽ ഒരു കണക്കെടുക്കണം. ഏതൊക്കെ 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 എത്ര ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് അത് നന്നാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ ഏർപ്പാടാക്കാന്നൊക്കെ ഇന്നലെ പറഞ്ഞു പോയതല്ലേ? പോയതായിരുന്നു. അത് മറന്നു? ഒന്നുമല്ല, ഓർമ്മല്ല. രാവിലെ നേരത്തെ 8 മണിക്ക് ഇവിടെ ഓഫീസിൽ വരും. ഇവിടെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. 5 മണിയായ ചിരി നിർത്തി നേരെ വീട്ടിൽ പോകും. എന്തിനാ വരുന്നത്? പിന്നെ മണ്ടോദരി, നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാര് തമ്മിലൊരു ധാരണ ഇല്ലെങ്കിൽ പിന്നെ കൃഷിഭവന്റെ കാര്യം പോക്കാണെന്ന് മന്ത്രി നാഴേക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ സാറേ, മന്ത്രിക്ക് ഇങ്ങനെ വിളിച്ച് പറഞ്ഞാൽ മതി. ഇവിടെ നമ്മൾ എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പുള്ളിക്കാരൻ അറിയാമോ? സാർ ഒരു കാര്യം ചെയ്യും. എന്തായാലും മന്ത്രിക്ക് കുറേ PA-മാരുണ്ടല്ലോ, അവർക്ക് ശമ്പളം കൊടുക്കണം, പെൻഷനും കൊടുക്കണം. ഇനി മന്ത്രി വിളിക്കുമ്പോൾ പറയാം അതിൽ നിന്നൊരു 3-4 പേരെ ഇങ്ങോട്ട് വിടാൻ. ഇവിടുത്തെ പണിയൊക്കെ ചെയ്തിട്ട് പോട്ടെ. അവിടുന്ന് സ്റ്റാഫ് ഇവിടെ കൃഷിഭവനിലേക്ക്. കേട്ടാ? എന്തെന്നാ കേട്ടെ? എന്ത്? ഈ സാറിന് എന്താ ഭ്രാന്താണോ? വെറുതെ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. എന്ത് ചെയ്യണേ? ഏത്? ആ മെഷീന്റെ എണ്ണ എടുക്കാൻ പറഞ്ഞില്ലേ? എടുക്കണം. ആര്? അത് നമ്മളെടുക്കണം. നമ്മളല്ല, ഇയാള് പോയിട്ട് എടുക്കണം. ഞാൻ ഒറ്റയ്ക്ക. ഇല്ല, വീട്ടിൽ നിന്ന് 5-6 പേരെ വിളിച്ചോണ്ട് പോവാ. ജോലി കിട്ടിയതല്ലേ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ആഹാ. അപ്പൊ ആരാന്നോർത്ത എണീറ്റുന്നത്? ഞാൻ നീട്ട് കണ്ടപ്പോ നീട്ട്. അല്ല, ചേച്ചി നീട്ടപ്പോ നീട്ടത്. ചേച്ചിയാ? ഇപ്പൊ സാറ് പറഞ്ഞില്ലേ കമ്മീഷൻ വരും കമ്മീഷൻ വരുന്ന്. കമ്മീഷനാണ്. കമ്മീഷൻ. മറിമായം